അപ്പൊ ചങ്കകളെ മുത്തുമണികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, പള്ളിയൊക്കെ പോകട്ടോ. ആ പള്ളിയിൽ പോകുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. വലിയ പ്രത്യേകിച്ചുള്ള കാഴ്ച ഒന്നുമല്ല, പ്രവാസികൾക്ക് ഒരു സ്ഥിരം കാഴ്ച ആയിരിക്കാം. നിങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചങ്കകളെ എന്താണ് ആ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിയിൽ യാദൃശികമായിട്ട് കുറച്ച് ഒട്ടകക്കൂട്ടങ്ങളെ കാണാനിടയായിട്ടോ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാഴ്ച ഒന്നല്ല എനിക്കറിയാം. എങ്കിൽ കൂടി നമ്മളെ നാട്ടിലുള്ള ചങ്കകളായി മുത്തുമണികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന മരുഭൂമിയിലുള്ള ഒട്ടകങ്ങൾ ഇങ്ങനെ മേഞ്ഞിറക്കാറ് കാണാറ്. ഇത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ ഇതൊരു വാദിയാണ്. വാദി എന്ന് വെച്ചാൽ ഒരു കനാലാണിത്. മഴക്കാലത്ത് വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു സ്ഥലമാണിത്. അവിടെ കുറച്ച് ഒരു 10-30ഓളം ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞാൽ അവിടെ കുറച്ച് ഒട്ടകങ്ങൾ കാണുന്നുണ്ട്, വേണമെങ്കിൽ പോയി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിൽ പോകുന്ന സമയമായപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്താട്ടോ. അപ്പോൾ നിങ്ങൾ കൂടിൻ്റെ മുത്തുമണികളായ ചങ്കുകളായ ഫോളോവേഴ്സിനെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്താട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് മരുഭൂമിയിലാണ്, ഞങ്ങളിത് എപ്പോഴും കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് തന്നെ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നല്ല പുല്ലുള്ളത് കൊണ്ട് അതിൻ്റെ ഓണർ ഇവിടെ കൊടുന്ന് കംപ്ലീറ്റ് ഒട്ടകങ്ങൾ ഇവിടെ മേയാൻ വിട്ടിരിക്കുക കേട്ടോ. അതിന് നോക്കാനൊരാൾ പ്രത്യേകത ഉണ്ട്, ആളപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ നല്ല പുല്ലുണ്ട്. നിങ്ങൾക്കറിയാം, ഈ സാധാരണ ഈ ഒട്ടകങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് പുല്ല് ഇവർ വാങ്ങിക്കുന്നതാണ്, ഇവിടെ വരുന്നതാണ്, വേറെ രാജ്യത്തു നിന്ന് വരുന്ന പുല്ലാണ് തോന്നുന്നു. അത് വാങ്ങിച്ചിട്ടാണ് ഇവർ കൊടുക്കാറ്. അല്ലെങ്കിൽ മരുഭൂമിയിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതാണ്, ആ കള്ളിച്ചെടികൾ കഴിച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നടക്കാറ്. ഇതിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ പശു അതുപോലെ തന്നെ ആടൊക്കെ മേഞ്ഞെടുക്കുന്നൊരു ഇതാണ് നമുക്ക് തോന്നിയത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാടുണ്ട്. കംപ്ലീറ്റ് ഈ വാതിൽ കംപ്ലീറ്റ് ഇതാ ഒരു 10-30ഓളം ഒട്ടകങ്ങൾ, വലിയ വലിയ ഒട്ടകങ്ങളായിട്ട് കംപ്ലീറ്റ് ഉള്ളത്. അതിൻ്റെ കൂടെ ചെറുതുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി, അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ കാണുന്ന വ്യക്തിയാണ് ഈ ഒട്ടകത്തിനെ നോക്കുന്ന ആള്. ഇവരൊരു യമൻ സ്വദേശി കേട്ടോ. അപ്പോൾ ഇവിടെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞത് സാലിം എന്നാണ് ഇവരുടെ പേര് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ ആദ്യം ഇവരോട് ചോദിച്ചു, വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷമായി ഇവർ ഈ ജോലിയിൽ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു, ഈ ഒട്ടകങ്ങൾ എവിടെയാണ് ഈ ഫാം എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദൂരമാണ് എന്ന് പറഞ്ഞു. എത്ര ഒട്ടകങ്ങളിൽ നിന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു 30ഓളം ഒട്ടകങ്ങളുണ്ട്. ഞാൻ വെറുതെ ഒരു തമാശക്ക് ചോദിച്ചു ഒരു ഒട്ടകത്തിന് എത്ര വില വരുന്നു. പക്ഷേ അവർ പറഞ്ഞു എനിക്കറിയില്ല, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, അത് ഓണറോട് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഇതിനെ മേയാൻ വിട്ടില്ല ചോദിച്ചവർ പറഞ്ഞു ഇവിടെ നല്ല പുല്ലുള്ളത് കൊണ്ട് അവിടെ ഓണർ സൗദി ഇവിടെ കൊണ്ടുവന്ന് മേയാൻ വിടാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. സാധാരണ അവർ കാശ് കൊടുത്താണ് പുല്ല് വാങ്ങാറ്. അപ്പോൾ ഇവിടെ നല്ല പുല്ല് കണ്ടപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണ് എന്നാണ് അവർ പറഞ്ഞത്. അവർ വളരെ സന്തോഷത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് എടുത്ത് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യത്തിലെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോ എടുത്തോട്ടെ. ഇത് കാണുന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ചില വീഡിയോയിൽ നമ്മൾ കാണാമല്ലോ, ഒന്നൊക്കെ കാലുകൊണ്ട് തട്ടും അല്ലെങ്കിൽ തലക്ക് കടിക്കുന്നതൊക്കെ ആ വീഡിയോ മനസ്സിൽ ഓർമ്മ വന്ന്. അപ്പോൾ കുറച്ചൊരു ഭയം ഉണ്ടായിരുന്നു അടുത്തേക്ക് പോകാനും. എങ്കിൽ കൂടി കുറച്ചൊക്കെ അടുത്ത് പോയി എടുത്തു. അപ്പോൾ അവർ പറയുന്നുണ്ട് പേടിക്കണ്ട, അതൊന്നും കാട്ടില്ല. എങ്കിൽ കൂടി നമുക്കിതിനോട് വലിയ അടുപ്പൊന്നുമില്ല, ഇങ്ങനെ ദൂരന്ന് കണ്ടിട്ടുള്ള മാത്രമേ അറിയുള്ളൂ, അതുപോലെ വീഡിയോസിൽ കണ്ടിട്ടുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ കൂടി ചെറിയൊരു ഭയം ഉള്ളിലില്ലായിരുന്നു. എങ്കിൽ കൂടി അടുത്ത് പോയിട്ട് കുറേശ്ശൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഒന്ന് തുടർന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്കിൽ കൂടി ഒരു പേടി. ഇതുപോലെ ഒരുപാട് അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഏകദേശം 10-30 പീസോളം 19 എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. വലിയ വലിയ ഒട്ടകങ്ങളാണ്. ഞാനും ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ വാഹനത്തിലിരുന്ന് ഇങ്ങനെ കാണുന്നതല്ലാതെ ഇത്ര അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒട്ടകം ഇതുപോലെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ വല്ല പുറകേക്കിട്ട് മാറിയപ്പോൾ അതിന് നോക്കുന്ന ആൾ പറഞ്ഞ് പേടിക്കേണ്ട, അതൊന്നും കാട്ടില്ലാന്ന്. അപ്പം ചങ്കകളെ, ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബായ്.